സ്വാഗതം. നമ്മൾ ഇന്ന് കാമസൂത്രത്തിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലുകയാണ്. അതിലെ രണ്ടാം ഭാഗം, അതായത് സംഭോഗത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗമില്ലേ, അതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി വിശദമായി നോക്കുന്നത്. പലപ്പോഴും ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു ഭാഗമാണിത്. നമ്മൾ കാമസൂത്ര ലൈംഗികാനുഭവം എന്ന പുസ്തകത്തിലെ വിവരങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇത് വെറും ശാരീരിക കാര്യങ്ങൾ മാത്രമാണോ, അതോ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. തീർച്ചയായും. കാരണം ഈ ഭാഗം ലൈംഗികതയെ ഒരു മെക്കാനിക്കൽ പ്രവൃത്തിയായിട്ടല്ല കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ പങ്കാളികൾ തമ്മിലുള്ള ഒരു വൈകാരിക ബന്ധം, അന്നത്തെ ഒരു സാംസ്കാരിക പശ്ചാത്തലം, അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതെ, തുടക്കത്തിൽ തന്നെ പറയുന്ന ആലിംഗനങ്ങളും ചുംബനങ്ങളും, അതിൽ തന്നെ ഒരുപാട് തരങ്ങളുണ്ടല്ലേ? ഉണ്ട്. സ്പർശിക്കുന്നത്, വള്ളി പോലെ പിണയുന്നത്, ഒരാൾ മാത്രം മുൻകൈയെടുക്കുന്നത്, അങ്ങനെ പലതും. അതുപോലെ ചുംബനങ്ങളും, ചുണ്ടിൽ, കവിളിൽ, കണ്ണിൽ, ഓരോന്നിനും അതിന്റേതായ ഒരർത്ഥമുണ്ട്. അത് വെറുതെ ഒരു ലിസ്റ്റ് പോലെ കാണേണ്ട ഒന്നല്ല. അപ്പോ ഈ ഓരോന്നും, അതായത് ഈ ആലിംഗന രീതികളും ചുംബന രീതികളും പങ്കാളികൾ തമ്മിലുള്ള ഒരു അടുപ്പത്തിന്റെ തീവ്രത കൂടുന്നതിനെയാണോ കാണിക്കുന്നത്, പടിപടിയായിട്ടുള്ള? അതെ, കൃത്യമായിട്ടും. ഓരോ സ്റ്റെപ്പിലും ആ ഒരു വൈകാരികമായ അടുപ്പം, താല്പര്യം, അതൊക്കെ വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനകളാണ് ഓരോ ആലിംഗനവും ചുംബനവും. ആരാണ് മുൻകൈ എടുക്കുന്നത് എന്നതിനും അതിന്റെ ഒരു തീവ്രതയ്ക്കുമൊക്കെ പ്രാധാന്യമുണ്ട്. മനസ്സിലായി. അപ്പോ ആ ഒരു വൈകാരികമായ ഒഴുക്കിന്റെ ഭാഗമായിട്ടാണോ പിന്നീട് വരുന്ന നഖങ്ങൾ കൊണ്ടുള്ള അടയാളങ്ങൾ, കടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ? അതിന് താമരയില, പുലിനഖം എന്നൊക്കെ ഭയങ്കര കാവ്യാത്മകമായ പേരുകളാണല്ലോ. ശരിയാണ്. ഇന്ന് നമ്മളിത് കേൾക്കുമ്പോൾ ഒരു വയലൻസ് ആയിട്ടൊക്കെ തോന്നാം. പക്ഷെ അന്നത്തെ ഒരു സാംസ്കാരിക രീതി വെച്ച് നോക്കുമ്പോൾ അതൊരു തീവ്രമായ ഇഷ്ടത്തിന്റെ, അഭിനിവേശത്തിന്റെ ഒക്കെ പ്രകടനമായിരുന്നു. അതായത് വേദനിപ്പിക്കുക എന്നതിനേക്കാൾ ഒരു വികാര പ്രകടനം. അതെ, ആഴത്തിലുള്ള വികാരങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു മാർഗം. ഓരോന്നിനും അതിന്റേതായ സന്ദർഭങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ശരി. ഇനിയിപ്പോ കാമസൂത്രം എന്ന് കേൾക്കുമ്പോ എല്ലാവരും ആദ്യം ഓർക്കുന്ന ആ ഭാഗം, ലൈംഗിക ബന്ധത്തിനുള്ള പൊസിഷനുകൾ, സംഭോഗം. ഏകദേശം 64 എണ്ണം എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ എണ്ണത്തിലാണോ കാര്യം? അല്ലല്ല, എണ്ണമല്ല പ്രധാനം. ശരിക്കും അവിടെ വൈവിധ്യമാണ്. അതാണ് പങ്കാളികളുടെ ശാരീരികമായ പ്രത്യേകതകൾ, അവരുടെ ഇഷ്ടങ്ങൾ, പിന്നെ ആ ഒരു സമയത്തെ ഊർജം, ഇതൊക്കെ പരിഗണിച്ച് തിരഞ്ഞെടുക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പൊസിഷനും വെറും ശാരീരിക സുഖം മാത്രമല്ല, അതിനൊരു വൈകാരിക തലം കൂടിയുണ്ട്. ഉയരം കൂടിയവർക്ക്, കുറഞ്ഞവർക്ക്, തടിച്ചവർക്ക്, മെലിഞ്ഞവർക്ക്, അങ്ങനെയൊക്കെ വേർതിരിവുണ്ടല്ലേ? ഉണ്ട്. റോളുകൾ പരസ്പരം മാറുന്നതിനെക്കുറിച്ചുമൊക്കെ സൂചനകളുണ്ട്. ബാഹ്യ സംയോഗം, മുഖസംയോഗം എന്നൊക്കെ. അതെ, ഒരു സാധ്യത. അന്നത്തെ കാലത്ത് അത് അത്ര തുറന്നു പറയാൻ മടിച്ചിരുന്നതുകൊണ്ടാവാം അത്തരം വാക്കുകൾ ഉപയോഗിച്ചത്. സൂചനകളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. പക്ഷേ അവിടെയും പരസ്പര സമ്മതത്തോടെയുള്ള ഒരു തയ്യാറെടുപ്പ്, ഉത്തേജനം, ആശയവിനിമയം, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വെറുതെ അങ്ങ് ചെയ്യുക എന്നല്ല. താളം, വേഗത, സംസാരം, നോട്ടം, ഭാവങ്ങൾ, ഇതൊക്കെ പ്രധാനമാണെന്ന് പറയുന്നു. പിന്നെ ഈ അവയവങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് പങ്കാളികളെ തരംതിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ. പുരുഷന്മാർക്ക് മുയൽ, കാള, കുതിര എന്നും സ്ത്രീകൾക്ക് മാൻ, പെൺകുതിര, ആന എന്നുമൊക്കെ. ഇത് കേൾക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് പോലെ തോന്നാൻ സാധ്യതയില്ലേ? തോന്നാം. ഇന്നത്തെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതിന് പരിമിതികളുണ്ട്. പക്ഷെ അതിന്റെ ഉദ്ദേശം ശരിക്കും ശാരീരികമായ പൊരുത്തം ഉറപ്പാക്കുക എന്നതായിരുന്നു. സംതൃപ്തി കൂട്ടാൻ. അതെ, പരസ്പരം മനസ്സിലാക്കി ഏറ്റവും അനുയോജ്യമായ രീതി കണ്ടെത്താനുള്ള ഒരു ശ്രമമായിട്ട് അതിനെ കണ്ടാൽ മതി. അന്നത്തെ ഒരു അറിവിന്റെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒന്നാണത്. ശരിയാണ്. അപ്പൊ ഈ കളിയായ വഴക്കുകള്, മാന്തുന്നത്, മുടിയിൽ പിടിക്കുന്നത്, പിന്നെ ബന്ധത്തിന് ശേഷമുള്ള പരിലാളനകൾ, സംസാരം, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ലൈംഗിക ഉത്തേജക മരുന്നുകള്, എണ്ണകള്, സുഗന്ധദ്രവ്യങ്ങള്, ഇതിന്റെയൊക്കെ ഉപയോഗം എല്ലാം കൂടി നോക്കുമ്പോൾ ഇതൊരു ശരിക്കും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണെന്ന് പറയാം. അല്ലേ? തീർച്ചയായും. അതാണ് ഇതിലെ പ്രധാന കാര്യം. ലൈംഗികതയെ വെറുമൊരു ശാരീരിക പ്രവൃത്തിയായിട്ടല്ല കാമസൂത്രം കാണുന്നത്. അതൊരു മാനസികവും വൈകാരികവും സാംസ്കാരികവും ഒക്കെയായ തലങ്ങളുള്ള ഒന്നാണ്. പങ്കാളികൾ തമ്മിലുള്ള ഒരു ആഴത്തിലുള്ള ബന്ധത്തിന്റെ ഭാഗം. അതെ, പരസ്പരം സമ്മതം വേണം, പങ്കാളിയുടെ ഇഷ്ടങ്ങൾ അറിയണം, നന്നായി ആശയവിനിമയം നടത്തണം, പിന്നെ സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം. അപ്പൊ നമ്മള് പൊതുവെ കരുതുന്ന പോലെ കാമസൂത്രത്തിലെ ഈ ഭാഗം വെറും ടെക്നിക്കുകളുടെ ഒരു ലിസ്റ്റ് അല്ല, മറിച്ച് പങ്കാളികൾ തമ്മിലുള്ള ആഴത്തിലുള്ളൊരു ബന്ധത്തിനും പരസ്പരം അറിയാനും സന്തോഷിപ്പിക്കാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ആഴമുണ്ട് ഇതിന്. തീർച്ചയായും. അപ്പൊ നിങ്ങൾക്കും ഒന്ന് ആലോചിക്കാൻ ഒരു കാര്യം തരാം. ഇങ്ങനെ ശാരീരികമായ കാര്യങ്ങൾക്കൊപ്പം തന്നെ വൈകാരികമായ അടുപ്പത്തിനും ആശയവിനിമയത്തിനും പരസ്പര ബഹുമാനത്തിനും ഇത്രയധികം പ്രാധാന്യം കൊടുത്ത ഈ പുരാതന കാഴ്ചപ്പാട് അത് ഇന്നത്തെ നമ്മുടെയൊക്കെ ബന്ധങ്ങളെയും ലൈംഗികതയെക്കുറിച്ചുള്ള ചിന്തകളെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇന്നത്തെ കാലത്തേക്ക് എന്തെങ്കിലും നമുക്ക് എടുക്കാനുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.